പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ DC ബുക്സിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും വാങ്ങിയ പുസ്തകങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് DC ബുക്സിൻ്റെ സ്റ്റോറിൽ നിന്നും ബുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ DC ബുക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. DC ബുക്സിൻ്റെ തന്നെ പേരൊക്കെ എഴുതിയ സ്പെഷ്യൽ ബോക്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് DC ബുക്സിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് ഏതൊക്കെയാണ് പുസ്തകങ്ങളെന്ന് നോക്കാം. അപ്പം ഈ ഇത് ഞാൻ തുറന്നതിന് ശേഷം ആദ്യം എന്ന് പറയുന്നത് ഒരു ബോക്സ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. 3 ബുക്കിൻ്റെ ഒരു സീരീസാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ജൊഹാന ഗസ്താർബസൻ എഴുതിയ ബ്ലോക്ക് 46 എന്ന് പറയുന്ന ബുക്കാണ്. ഈ ബുക്കെന്ന് പറയുന്നത് ഒരു സീരീസാണ്. അപ്പോൾ ഇത് 3 പുസ്തകത്തിൻ്റെ ഒരു ട്രിലജിയാണ്. അപ്പോൾ അതിനകത്ത് ബ്ലോക്ക് 46, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കില്ലർ, അതുപോലെ തന്നെ തേർഡ് പാർട്ടായിട്ടുള്ള ഡെത്ത് സോങ്, ഇത്രയാണ് ഡെത്ത് കോഡും ഇത്രയാണ് ഈ 3 പുസ്തകങ്ങളാണ് എന്താ പറയുന്നത് ഈ ട്രിലജിയിലുള്ളത്. അപ്പോൾ ഇതൊരു ബോക്സ് സെറ്റായിട്ടാണ് ശരിക്കും അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരുന്നത്. ചിലപ്പോൾ ബോക്സിൻ്റെ എനിക്ക് ഇപ്പോൾ ലൂസായിട്ടാണ് വന്നിട്ടുള്ളത് അൺബോക്സിങ് ചെയ്തപ്പോൾ. എന്തായാലും 3 ബുക്കും ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്രൈം ഫിക്ഷൻ ആരാധകനായതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബ്ലർബുകൾ ഓരോന്നായിട്ട് വായിക്കാം. ബ്ലോക്ക് 46 ഫ്രഞ്ച് റൈറ്ററാണ്. അവരുടെ പുസ്തകങ്ങളുടെ മലയാളം ട്രാൻസ്ലേഷനാണ്. ഹിറ്റ്ലറുടെ നാസി തേർവാഴ്ച ഹോളോകാസ്റ്റിൻ്റെ ഇരുണ്ട ഗർത്തങ്ങളിൽ ഒടുങ്ങിയ ജീവനുകളിലേക്കും പീഡന പർവ്വതങ്ങളിലേക്കും നോവൽ വെളിച്ചം വീശുന്നു. ബുഗൺവാൾഡിയിൽ നാസി തടങ്കൽ പാളയത്തിലെ അതികഠിനമായ ശിക്ഷാ വൈകൃതങ്ങൾക്കും നരകയാതനകൾക്കും വർഷങ്ങൾക്കു ശേഷം സ്വീഡനിൽ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അനുവാചകൻ്റെ സിരകളെ ത്രസിപ്പിക്കുന്ന ഉദ്വേഗജനകമായ കുറ്റാന്വേഷണ നോവൽ, അമ്പരിപ്പിക്കുന്ന കഥാഗതി, ചലച്ചിത്രങ്ങളെ വെല്ലുന്ന ദൃശ്യപരത വായനക്കാരനെ വായനയുടെ ഒരു നിഗൂഢ ലോകത്തേക്ക് എത്തിക്കുകയാണ്. അതിൽ നിന്നും മുക്തി പ്രാപിക്കുന്നത് അത്ര എളുപ്പമായിരിക്കുകയില്ല. വിവർത്തനം ചെയ്തിട്ടുള്ള ദാസ് ഫെർണാണ്ടസ്. എല്ലാം അദ്ദേഹമാണോ വിവർത്തനം ചെയ്തിരിക്കുന്നത് നോക്കുന്നു? അല്ല, ഓരോരുത്തരായിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 46 ആണ് ഒന്നാമത്തെ ബുക്ക്. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഇതേ സീരീസിലെ രണ്ടാമത്തെ ബുക്കാണ്. കില്ലർ എന്നാണ് മലയാളം ടൈറ്റിൽ. ജൊഹാന ഗസ്താവ്സൺ. കുടുംബ ബന്ധങ്ങളുടെ ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ആഴങ്ങൾ, ഉന്മാദങ്ങൾ എന്നിവ അന്വേഷിക്കുന്ന സ്ത്രീത്വം നിറഞ്ഞ ഒരു നോവലാണ് കില്ലർ. ബോർഡ് റൂമിലെ ഹൈ സെക്യൂരിറ്റി സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ ജീവപര്യന്തം അടച്ചിട്ടിരിക്കുന്ന ടവർ ഹാംലെറ്റ്സ് കില്ലർ റിച്ചാർഡ് ഹേംഫീൽഡിൻ്റെ കയ്യൊപ്പ് ഇപ്പോൾ നടന്ന 2 കുറ്റകൃത്യങ്ങളിലുമുണ്ട്. 10 വർഷം മുമ്പ് 6 സ്ത്രീകളെയും എഴുത്തുകാരിയുടെ മുൻ കൂട്ടാളിയായ അലക്സിസ് കാസ്റ്റൽസിനെയും കൊലപ്പെടുത്തിയത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം അടച്ചിരിക്കുന്ന അവൻ്റെ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണോ? ക്രൈം ഫിക്ഷനെ തികച്ചും പുതിയതും കൗതുകകരവുമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയ അവിശ്വസനീയമാം വിധം കഴിവുള്ള ഒരു എഴുത്തുകാരിയുടെ രണ്ടാമത്തെ ക്രൈം ത്രില്ലർ. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളൂ ഉത്തര തോമസ്. മൂന്നാമത്തെ ഈ സെയിം സീരീസിലെ 3ാമത്തെ പാർട്ടാണ് മലയാളം ടൈറ്റിൽ ഡെത്ത് കോഡ്. എമിലി റോയിയുടെയും അലക്സിസ് കാസ്റ്റലിൻ്റെയും ത്രില്ലർ നോവലിൻ്റെ 3ാം ഭാഗം. ഫ്രാങ്കോയിസ്റ്റ് സ്പെയിനിനും സമകാലിക സ്വീഡനും ഇടയിലുള്ള ഒരു യാത്രയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഈ കഥയിൽ ജൊഹാന ഗസ്താവ്സൺ ഭൂതകാലവും വർത്തമാനകാലവും ഇടകലർത്തുന്ന ഇന്നത്തെ സ്വീഡിഷ് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ നിന്ന് ഫ്രാങ്കോയുടെ ഭരണത്തിൻ്റെ ഭീകരതയിലേക്കും സ്പാനിഷ് അനാഥാലയങ്ങളിൽ നടക്കുന്ന ഭയാനകമായ സംഭവങ്ങളിലേക്കും ഈ നോവൽ നിങ്ങളെ കൊണ്ടുപോകുന്നു. വിവർത്തനം തെൽഹത്ത് KV. 3 പേരാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇത് ഒരേ സീരീസിലെ 3 ബുക്കുകളാണ് ട്രിലജിയിൽ. അപ്പം അത് 3 ഞാനിത് കണ്ടപ്പോൾ മുതലേ എൻ്റെ ആഗ്രഹമാണ് ഇതൊന്ന് സംഘടിപ്പിക്കണം, വായിക്കണം എന്നുള്ളത്. ഇത് പ്രീ ഓർഡർ വന്നപ്പോൾ തൊട്ടേ ഒരുപാട് വർഷമായിട്ട് കിടക്കുന്ന ബുക്കാണിത്. ഇപ്പോഴാണ് കൈ കിട്ടിയത്. അടുത്ത മിസ്റ്ററിയസ് മാമാമംഗലം അമിത് കുമാർ. ബാങ്കിങ് ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അമിത് കുമാർ എഴുതിയിട്ടുള്ള AR എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയാവുന്ന ഒരു ബുക്കുണ്ട് AR. അത് ലോഗോസ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഞാനിവിടെ ഹോൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ വായിക്കുകയും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്ത പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ഓതറിൻ്റെ രണ്ടാമത്തെ എന്താ പറയുന്നത് ത്രില്ലറാണ്. അതായത് സെയിം അന്വേഷണം AK എന്ന് പറയുന്നത് അന്വേഷകൻ്റെ പേരാണ്. അതായിരുന്നു ആദ്യത്തെ ബുക്കിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ബുക്കും AK എന്ന് പറയുന്ന അന്വേഷകൻ്റെ രണ്ടാമത്തെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. പേര് മിസ്റ്ററി അറ്റ് മാമാമംഗലം അമിത് കുമാർ. ക്രൈം ഫിക്ഷനാണ്.
1/2 കിലോ സ്വർണം കാണാതായെന്ന ബ്രാഞ്ച് മാനേജറുടെ പരാതി പ്രകാരമാണ് ബാങ്കിലെ വിജിലൻസ് ഉദ്യോഗസ്ഥനായ AK അന്വേഷണത്തെത്തുന്നത്. ഷാഗയിലെ പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വർണം കാണാതാവൽ എന്ന് മനസ്സിലാക്കിയ AK ചുഴഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഞെട്ടിക്കുന്ന പല തട്ടിപ്പുകളുമാണ് അതോടെ പുറത്തു വരുന്നത്. പിടിതരാത്ത ഒരു പ്രഹേളിക എന്നിട്ടും ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ AKയുടെ ബുദ്ധികൂർമ്മതയ്ക്ക് മുന്നിൽ ആ മിസ്റ്ററിയും അനാവരണം ചെയ്യപ്പെടുന്നു. മലയാള ബാങ്കിങ് ക്രൈം ത്രില്ലറുകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന കൃതി. അപ്പോൾ ഇത് ബാങ്കിങ് ക്രൈം ത്രില്ലറാണ്. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തിരിമറികളെ പറ്റിയുള്ള കേസന്വേഷണമാണ് ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അടുത്തത് ലോകപ്രശസ്തമായിട്ടൊരു ബുക്കാണ്. കണ്ടമാന പുസ്തകങ്ങൾ പോയിട്ടുള്ള ബുക്കാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. അതായത് ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണെന്നാണ് പറയുന്നത്. സൈലൻറ്റ് പേഷ്യൻ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. അലക്സ് മൈക്കിളിഡിസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. ഞാനും ഞെട്ടി DC ബുക്സിൻ്റെ സൈറ്റിൽ മലയാളം ട്രാൻസ്ലേഷൻ കിടന്നത്. അപ്പോൾ ഇത് ആൾറെഡി ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റുപോയ ബുക്കാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. എൻ്റെ TBRൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അലീഷ്യ ബെറൻസണിൻ്റെ ജീവിതം പ്രത്യക്ഷത്തിൽ സമ്പൂർണ്ണമാണ്. ഒരു രാത്രി വരെ. ഒരിക്കൽ അവളുടെ ഭർത്താവ് ഗബ്രിയേൽ ജോലി കഴിഞ്ഞ് വൈകി വീട്ടിലേക്ക് എത്തുന്നതും അലീഷ അവൻ്റെ മുഖത്ത് 5 തവണ വെടിവെക്കുന്നു. പിന്നീട് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നു. സംസാരിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാനോ അലീഷ തയ്യാറാവുന്നില്ല എന്ന വസ്തുത ഒരു ഗാർഹിക ദുരന്തത്തെ അത്യന്തം നിഗൂഢമാക്കി മാറ്റുന്നു. ഈ സംഭവങ്ങളുടെയൊക്കെ നിഗൂഢത അനാവരണം ചെയ്യാനായി തിയോ ഫാബർ നടത്തുന്ന ശ്രമങ്ങൾ കൂടുതൽ അപ്രതീക്ഷിതവും ഭയാനകവുമായ ഒരു പാതയിലേക്ക് അയാളെ നയിക്കുന്നു. വിവർത്തനം ചെയ്തിട്ടുള്ളത് M. ശശിധരൻ നായർ. ക്രൈം ത്രില്ലറാണ്. ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. അടുത്തത് ഉംബർട്ടോ എക്കോയൊക്കെ വായിച്ച സമയത്ത് ഞാൻ യൂറോപ്പിൻ്റെ ഹിസ്റ്ററിയൊക്കെ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ കാണുവാണെങ്കിൽ വായിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരുപാട് നാളെ DC ബുക്സിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഒരു ബുക്കാണ് മാർപ്പാപ്പമാരും ലോകചരിത്രവും. അപ്പോൾ മാർപ്പാപ്പമാരും എങ്ങനെയാണ് ലോകചരിത്രത്തെ സാധിച്ചിട്ടുള്ളതാണ്. KC വർഗീസ് ആണ് എഴുത്തുകാരൻ്റെ പേര്. 4-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ആരും തന്നെ മാർപ്പാപ്പമാരെ ചോദ്യം ചെയ്യാൻ മുതിരാത്തവണ്ണം അത്രമേൽ അധികാരസ്ഥാനത്തായിരുന്നു മാർപ്പാപ്പമാർ. അക്കാലത്തിനു ശേഷം ചില ചോദ്യം ചെയ്യലുകൾ ഉയർന്നു വന്നെങ്കിലും സഭാധികാരം ഒരു വലിയ രാഷ്ട്രീയ രൂപമായി ഉയർന്നു തന്നെ നിന്നു. ലോകചരിത്രത്തെ തന്നെ നിർമ്മിച്ച ആ അധികാര സ്ഥാപനത്തിലെ ഓരോ ഘട്ടത്തിലെയും ഉള്ളുകളികളിൽ പരിശോധിച്ചുകൊണ്ട് മറ്റൊരു ചരിത്രം രചിക്കുകയാണ് ഈ കൃതി. അപ്പം മാർപ്പാപ്പമാരുടെ ചരിത്രമാണ് ഈ ബുക്ക്. അപ്പോൾ ഉംബർട്ടോ എക്കോയൊക്കെ വായിച്ചപ്പോൾ യൂറോപ്പിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രമാണ്. അത് മാർപ്പാപ്പമാരുടെ കൂടി ചരിത്രമാണ്. കാരണം അവരാണ് അവിടെ മൊത്തം കംപ്ലീറ്റ് പൊളിറ്റിക്സും കളിച്ചുകൊണ്ടിരുന്നത് യൂറോപ്പിൽ. അടുത്തത് ആദർശസിൻ്റെ 2ാമത്തെ ബുക്കാണ് ഹാക്കർ രണ്ടാമൻ. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കായിട്ടുള്ള ഡാർക്ക് വെബ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം പർച്ചേസ് ചെയ്തത്. ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തലർ വാഴുന്ന സയൻസ് സൊസൈറ്റിയുടെ ഗവേഷണ പ്രബന്ധങ്ങളിൽ ചിലത് ഹാക്ക് ചെയ്യപ്പെടുന്നു. ഒപ്പം കോർ കമ്മിറ്റി അംഗമായ പ്രതിഭയുടെ തിരോധാനം, ഭീഷണിയുടെ സ്വരമുള്ള ഹാക്കർ എക്സിൻ്റെ മെയിലുകൾ, സംഭവബഹുലമായ പശ്ചാത്തലം, ചോദ്യങ്ങൾ അനവധിയാണ്. പ്രതിഭ എവിടെ? ഹാക്കർ എക്സ് ആര്? ഗവേഷണ പ്രബന്ധങ്ങളുടെ ഭാവി എന്ത്? കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാരണം ആരുടേത്? ഈ ഊരാക്കുടുക്കുകൾ അഴിക്കാൻ ശ്രമിക്കുന്നവർ കടന്നുപോകുന്ന ഉദ്വേഗജനകമായ അന്വേഷണ വഴികളിലൂടെ ആവിഷ്കാരമാണ് ഹാക്കർ എക്സ് രണ്ടാമൻ. നിഗൂഢതകളും സൈബർ ലോകവും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളും നിറഞ്ഞ ഒരു സസ്പെൻസ് ത്രില്ലർ. ഹാക്കർ എക്സ് സസ്പെൻസ് ത്രില്ലറാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് ഡാർക്ക് വെബ്, ഹൈലി റെക്കമെൻഡഡ്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാണിച്ച പുസ്തകങ്ങളെല്ലാം ഞാൻ ഫുൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതായത് ഫുൾ വിലയ്ക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ 15% ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ചിലതിലൊക്കെ 25 കിട്ടും. റഷ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് 25% ഉണ്ട്. പക്ഷേ എന്താ പറയുക നോർമൽ പ്രൈസിൽ വാങ്ങിയതാണ്. അതുകൂടാതെ DC ബുക്സിൻ്റെ സൈറ്റിൽ തന്നെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. നിങ്ങൾ കാറ്റഗറീസിൽ പോവുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട്. അപ്പോൾ ബാക്കി ഇനിയും കാണിയ പുസ്തകങ്ങളെല്ലാം 50% ഡിസ്കൗണ്ടിൽ വാങ്ങിച്ച പുസ്തകങ്ങളാണ്. ഇതെല്ലാം ചിലതൊക്കെ ബാക്ക് എഡിഷൻസ്, പഴയ എഡിഷൻസൊക്കെ ആയിരിക്കും. പക്ഷേ 50% ഡിസ്കൗണ്ട്. ഒന്നെന്ന് പറയുന്നത് കുറുമൊഴി, ഫ്ലാഷ് ഫിക്ഷൻ. കുറുമൊഴി എന്നാണ് ബുക്കിൻ്റെ പേര്. ഫ്ലാഷ് ഫിക്ഷനാണ് ഇത്. ചെറിയ ആൾക്കാർ എഴുതിയ ചെറിയ കൊച്ചു കഥകൾ, മിനി കഥകളുടെ സമാഹാരമാണ്. അതായത് ഒരുപാട് ആൾക്കാർ എഴുതിയ OV വിജയൻ, മാധവിക്കുട്ടി, MD ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സുഭാഷ് ചന്ദ്രൻ, KR മീര തുടങ്ങി പല തലമുറകളുടെ കുഞ്ഞു രചനകൾ. അപ്പോൾ ചെറിയ അപ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ഫ്ലാഷ് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൻ്റെ എഴുത്തുകാർ ഒരു കുടന്ന വാക്കുകൾ കൊണ്ട് തീർത്ത അനുഭവങ്ങളുടെ കടലാണ് ഈ കുറുമൊഴി. മിന്നലായി വായനയെ വൈദ്യുതീകരിക്കുന്നു ഇതിലെ വാക്കുകൾ. എഡിറ്റർ മണമ്പൂർ രാജൻ ബാബുവാണ് എഡിറ്റർ. എഴുതിയിട്ടുള്ളത് മൾട്ടിപ്പിൾ ഓതേഴ്സാണ്. ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുള്ള ചെറിയ ഫിക്ഷൻ ബുക്കാണ്. ബുക്കും ചെറുതാണ് കേട്ടോ. അത് ഞാൻ ഇവിടെ വന്ന പടത്തിൽ കാണുമ്പോൾ നമ്മൾ സാധാ ബുക്ക് പോലെ തോന്നും. പക്ഷേ ഈ ബുക്ക് ഇവിടെ വന്നപ്പോൾ കൈ കിട്ടിയപ്പോഴാണ് ബുക്കും ചെറുതാണെന്നുള്ളത് മനസ്സിലായി. അടുത്തത് ഇവാൻ ഡെനിവോച്ചിൻ്റെ ജീവിതത്തിലെ ഒരു ദിനം. അലക്സാണ്ടർ
ഇദ്ദേഹം റഷ്യയിലുള്ള ഒരു എഴുത്തുകാരാണ്. ഇദ്ദേഹം നോവൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരാണ്. ഈ ബുക്കിൻ്റെ പ്രത്യേകത ഇതൊരു നോവലാണ്. ഈ നോവൽ ഒരു ദിവസമാണ് ഇതിൻ്റെ ഫുൾ കഥ നടക്കുന്നത്. അത് അങ്ങനെ ഭയങ്കര എന്താ പറയുക അൺയൂഷ്വൽ ലിറ്ററേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ TBR കിടക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇത് ഞാൻ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാനിപ്പം കണ്ടപ്പോൾ എടുത്തതാണ്. ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് ഇതിൻ്റെ നോവലിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരു ഫുൾ നോവലിൻ്റെ കഥ ഒരു ദിവസം നടക്കും? നോബൽ സമ്മാനാർഹനായ അലക്സാണ്ടർ ഷോൾഷേനിസ്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചന. സ്റ്റാലിൻ്റെ ഭരണകാലത്ത് രാഷ്ട്രീയ തടവുകാരെയും കുറ്റവാളികളെയും പാർപ്പിച്ചിരുന്ന ഗുലാഗ് എന്ന ലേബർ ക്യാമ്പുകൾ നിഷ്ഠൂരത കൊണ്ടും നിർദ്ദയത്വം കൊണ്ടും കുപ്രസിദ്ധ ആർജിച്ചവയായിരുന്നു. അത്തരമൊരു ക്യാമ്പിൽ അടയ്ക്കപ്പെട്ട ഇവാൻ ഡെനിവോവിച്ച് എന്ന തടവുകാരൻ്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ജീവിതമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. സോവിയറ്റ് യൂണിയനിലെ മനുഷ്യാവകാശ നിഷേധത്തെയും അടിച്ചമർത്തലുകളെയും തുറന്നു കാണിച്ച സോൾഷേനിസ്റ്റിനെ സോവിയറ്റ് ഭരണകൂടം നാടുകടത്തി. കഥാനായകനായ തടവുകാരൻ്റെ ഒരു ദിനത്തിലെ ജീവിത ചിത്രീകരണം കൊണ്ട് സോവിയറ്റ് ലേബർ ക്യാമ്പുകളിലെ ദുരിത ജീവിതങ്ങളുടെ പൂർണ്ണ ചിത്രം നൽകിയ ഈ നോവൽ ലോക സാഹിത്യത്തിൽ തന്നെ ഒരു വിസ്മയമാണ്. വിവർത്തനം ചെയ്തിട്ട് രാധാകൃഷ്ണൻ തൊടുപുഴ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് അവിടെ ആളുകളെ ഗുലാഗിലിട്ട് പീഡിപ്പിച്ച കഥയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഈ കഥ ബ്ലോക്ക് 46 നാസി ഭരണകാലത്തെ പറ്റിയുള്ള ഇതാണ്. അതായത് കഥ നടക്കുന്നത് പ്രസൻറ്റ് ഡേയിലാണെങ്കിലും നാസി ഭരണകാലമോ അന്നത്തെ ഹോളോകാസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. ഹോളോകാസ്റ്റും ഇതുപോലെ തന്നെ ആളുകളെ പീഡിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കിൽ വരുന്ന കഥയാണ് ബ്ലോക്ക് 46 ക്രൈം ഫിക്ഷനാണ്. ഇത് പക്ഷേ ലിറ്റററി ഫിക്ഷനാണ്. ഇത് ഗുലാഗുകളെ പറ്റി, റഷ്യയിലെ ഗുലാഗ്, മറ്റേ നാസി ഭരണം, സ്റ്റാലിൻ്റെ ഭരണം. അടുത്തത് ഒരു ജീവചരിത്ര പുസ്തകമാണ് മിഷിമ. ജപ്പാനീസ് നോവലിസ്റ്റ് നാടക സംവിധാനമായുള്ള യൂക്കിയോ മിഷിമ എന്ന് പറയുന്നത് ജപ്പാനിലുള്ള ഒരു എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ കിട്ടി. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് ജോൺ നെയ്തനാണ്. മിഷിമ ബുക്കിൻ്റെ പേര് മിഷിമ, എഴുതിയിട്ടുള്ളത് ജോൺ നെയ്തൻ. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഈ ബുക്ക്. ജാപ്പനീസ് നോവലിസ്റ്റ്, നാടകൃത്ത്, കവി, സംവിധായകൻ, നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ യൂക്കിയോ മിഷിമയുടെ ജീവചരിത്രം 1970-കളിൽ പ്രശസ്തിയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഹരാക്കിരിയിലൂടെ മരണം വരിച്ച് ലോകത്തെ ഞെട്ടിച്ചു. മിഷിമയുടെ കൃതികളുടെ വിവർത്തകൻ കൂടിയായ ജോൺ നെയ്തൻ രചിച്ച ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘർഷഭരിതമായ ജീവിതം, ഇരുളടഞ്ഞ കുട്ടിക്കാലം, യൗവനത്തിലെ വിരഹാസക്തി, മരണത്തോടുള്ള അതിയായ അഭിവാഞ്ചന എന്നിവ അവതരിപ്പിക്കുന്നു. മിഷിമയുടെ വ്യക്തിവൈരുദ്ധ്യങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും പരിചയക്കാരുടെയും ഓർമ്മകളും ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മിഷിമ എന്ന് പറയുന്ന ജാപ്പനീസ് റൈറ്ററിൻ്റെ ജീവചരിത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുത്തുകാരുടെ ജീവചരിത്രമൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളത് കൂടുതൽ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ആൾറെഡി ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ജീവചരിത്രം കിട്ടി. ബോർഗസ്, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്ററാണ് ബോർഗസ്. അപ്പോൾ ബോർഗസിൻ്റെ കഥകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ബോർഗസിന് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ കഥകളുടെ ട്രാൻസ്ലേഷനാണ്. ആധുനിക കഥാസാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായ ബോർഗസിൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥകളുടെ അപൂർവ സമാഹാരം. ഉൾപ്പിരിവുകളും ചുഴികളും ഉദ്വേഗവും നിറഞ്ഞ ബോർഗസിൻ്റെ കഥാലോകത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ഈ സമാഹാരം. വായനാപ്രേമികൾക്ക് അതുല്യസുന്ദരമായ നോവലാനുഭവം പകരുന്ന ബോർഗസ് കഥകളുടെ തനിമ ചോരാത്ത വിവർത്തനം ചെയ്തിട്ടുള്ളത് ജീവൻകുമാറും P അനിൽകുമാർ രണ്ടുപേര് ചേർന്നിട്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് ബോർഗസിൻ്റെ കഥകൾ. ബോർഗസിന് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു നോവലുകളെ പറ്റിയുള്ള ഒരു എന്താ പറയുന്ന കഥ ഇതാണ്. നോവൽ എന്ന് വെച്ചാൽ ഈ അനാലിസിസ്, സർഗസൃഷ്ടിയിലെ രാസവിദ്യകൾ. ഇതെന്ന് പറയുന്നത് ഷാബു കിളിത്തട്ടിൽ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളുടെ കളക്ഷനാണ്. ഷാബു കിളിത്തട്ടിലാണ് ബുക്കിൻ്റെ എഡിറ്ററും എന്താ പറയുക അഭിമുഖം നടത്തിയിട്ടുള്ള ആൾ. അദ്ദേഹം പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരെ അഭിമുഖം ചെയ്ത് അതിൻ്റെ കളക്ഷനാണ്. സുകുമാർ അഴീക്കോട്, MD സുഗതകുമാരി, C രാധാകൃഷ്ണൻ, T പത്മനാഭൻ, M മുകുന്ദൻ, സച്ചിദാനന്ദൻ, പെരുമ്പടം, B മധുസൂദൻ നായർ, അക്ബർ കക്കട്ടിൽ, ഏഴാച്ചേരി രാമേന്ദ്രൻ, KP രാമനുണ്ണി, അംബികാസുധൻ മങ്ങാട്, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവ സർഗസൃഷ്ടിയെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത ബുക്കാണ്. മലയാളത്തിലെ വിശിഷ്ടരായ എഴുത്തുകാർ തങ്ങളുടെ സർഗ നിമിഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ഇവിടെ. ഈ വിചിത്രവും ഭാവനാപൂർവമായ സർഗലോകത്തേക്ക് വായനക്കാർ കൂടി പ്രവേശനം നൽകുന്ന അഭിമുഖങ്ങളുടെ സമാഹാരം. ഓരോ സൃഷ്ടിക്കും പിറകിലുള്ള പ്രചോദനങ്ങളെക്കുറിച്ച്, എഴുത്തുകാരുടെ അനുഭവ ലോകത്തെക്കുറിച്ചുമുള്ള ഈ അന്വേഷണങ്ങൾ അവരുടെ രചനകളിലേക്ക് മറ്റൊരു വാതിൽ കൂടി തുറന്നു വരുന്നു. സർഗസൃഷ്ടിയിലെ രാസവിദ്യകൾ. ഷാബു കിളിത്തട്ടിൽ. അടുത്ത ബുക്കെന്ന് പറയുന്നത് ലാസ്റ്റ് ബുക്കാണ്. അവസാനത്തെ ബുക്കാണോ? ഒരു ബുക്കാണുണ്ടോ? യെസ്,
സെക്കൻഡ് ലാസ്റ്റ് ബുക്കാണ് ഓർഹൻ പാമുക്കിൻ്റെ നോവലിസ്റ്റിൻ്റെ കല. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, നോഹൻ പാമുക്ക് നോവൽ പ്രൈസ് കിട്ടിയ റൈറ്ററാണ്, തുർക്കിയിലെ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം നോവലിൽ എന്ന് പറയുന്ന കലയെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള നോൺ ഫിക്ഷൻ ബുക്കാണ്. ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഛായാചിത്രമോ ചലച്ചിത്രമോ കാണുമ്പോൾ അഥവാ ഒരു കവിത ആസ്വദിക്കുമ്പോൾ ആസ്വാദനയിൽ രൂപപ്പെടുന്ന അനുഭവം പോലെ സവിശേഷമായ ഒരു അനുഭവം നോവലിന് വായനക്കാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു നോവലിസ്റ്റിൻ്റെ മനസ്സിൽ രൂപം കൊള്ളുന്ന കഥാബീജം ഒരു കഥാസൃഷ്ടിയായി വികസിക്കുന്നത് എങ്ങനെ? ഇത്തരത്തിൽ സാഹിത്യ സൃഷ്ടിയുടെയും സാഹിത്യാസ്വാദനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഓർഹൻ പാമുക്ക്. വിഖ്യാത നോവലിസ്റ്റുകളുടെ രചനകളിൽ നിന്നും തൻ്റെ തന്നെ നോവലിൽ നിന്നും പ്രശസ്ത ഭാഗങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് തൻ്റെ വാദങ്ങളെ സമർപ്പിക്കുന്ന പാമുക്ക് കഥാപാത്രങ്ങളുടെ രൂപീകരണം, കഥാഘടനയുടെ വികാസം, കാലം, ആഖ്യാനം തുടങ്ങിയ വ്യത്യസ്ത ഘടകങ്ങളെപ്പറ്റിയും അവയുടെ ക്രമീകരണത്തെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നു. വായനക്കാരെ ആസ്വാദകരമാക്കാൻ നോവലിസ്റ്റുകളുടെ കലയെ അടുത്തറിയാൻ സാഹിത്യ കുതുകികൾക്ക്, നോവൽ പഠിതാക്കൾക്ക്, നോവൽ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്രദമാകുന്ന കൃതി. വിവർത്തനം ചെയ്തിട്ടുള്ള മനോജ് വർമ്മയാണ്. നോബൽ പുരസ്കാര ജേതാവായ ഓർഹൻ പാമുക്ക് ഹാർഡ്വേർഡ് സർവകലാശാലയിൽ നടത്തിയ നോർട്ടൺ പ്രഭാഷണത്തിൻ്റെ ഗ്രന്ഥരൂപം. ഓർഹൻ പാമുക്ക് നടത്തിയ നോർട്ടൺ പ്രഭാഷണത്തിൻ്റെ ഗ്രന്ഥരൂപമാണ്. ലാസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഷെൽവി എന്ന പുസ്തകമാണ്. ബുക്കിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഡെയ്സിയാണ്. അപ്പോൾ ഷെൽവി എന്ന് പറയുന്ന മൾബറി എന്ന് പറയുന്ന പുസ്തകം നടത്തിയിട്ടുള്ള ഒരു പ്രസാധകരാണ്. അപ്പോൾ ഈ മൾബറി എന്ന് പറയുന്ന പ്രസാധനം നടത്തിയ ഷെൽവിയെ പറ്റിയും അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിയൊക്കെ ഉള്ള ഫിക്ഷണൽ അക്കൗണ്ട് ഒരു ഫിക്ഷണൽ അക്കൗണ്ടായിട്ട് ഒരു നോവൽ ഇപ്പം ബെന്യാമിൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നുണ്ട്, മൾബറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ പുള്ളിയെ പരിചയം. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഓർമ്മയാണ്. അദ്ദേഹം മരണമടഞ്ഞ വ്യക്തിയാണ്. മൾബറി എന്ന പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനത്തിലൂടെ മലയാളത്തിൽ വ്യത്യസ്തവും ആകർഷകവുമായ പുസ്തകങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഷെൽവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അകാലത്തിൽ മരണമടഞ്ഞ ഷെൽവിയുമായുള്ള പ്രണയവും പ്രസാധന സംരംഭവുമായുള്ള സഹകരണവും ആ കവി ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും എല്ലാം ഓർമ്മകളിൽ കടന്നു വരുന്നു. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉതിരുന്ന ആർദ്രമായ മൊഴിത്തുണ്ടുകൾ. അങ്ങനെ ഓർമ്മ പുസ്തകമാണ് ഡെയ്സി. ഇപ്പോൾ ഇത് പ്രസാധകനുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണ്, ഓർമ്മയാണ്, മെമ്മോയറുമാണ്. അപ്പോൾ അങ്ങനെയാണിത്. അപ്പോൾ മൊത്തം 1 2 3 4 5 6 7 പുസ്തകങ്ങളാണ് നമുക്ക് 50% ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള പുസ്തകം. ഈ 7 പുസ്തകങ്ങളാണ് 50% ഡിസ്കൗണ്ടിൽ നമ്മൾ വാങ്ങിയ പുസ്തകം. അങ്ങനെ 7 പുസ്തകം. ഇത് 3 ഇതാണ് കേട്ടോ. ഇത് 3 സീരീസാണ്. ബ്ലോക്ക് കില്ലർ ഡെത്ത് കോഡ് 3 ട്രിലോജി. 3 കഴിഞ്ഞിട്ട് 4 5 6 7. അങ്ങനെ 7 14 പുസ്തകങ്ങളാണ്. 50% ഡിസ്കൗണ്ടിൽ 7, ഫുൾ പ്രൈസിന് വാങ്ങിച്ചത്. ഫുൾ പ്രൈസിലും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, 10%. അവരുടെ വെബ്സൈറ്റിൽ ഓരോന്നിനും ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ മൊത്തം 14 പുസ്തകങ്ങളാണ് വാങ്ങിയത്. നിങ്ങളെടുത്ത് വെച്ചിട്ട് 2 സൈഡിലിരിക്കട്ടെ. അങ്ങനെ 14 പുസ്തകങ്ങളാണ് വാങ്ങിയത്. ദൈവമേ, ഈ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് എവർക്കും നന്ദി.